Alhamdulillahi Rabbil Alameen. Nahmadullah wa nasta'inuhu wa nastaghfiruhu wa nastarshiduhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu falan tajida lahu waliyyan murshida. وأشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ സർവ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചും ഉപദേശ നിർദ്ദേശങ്ങൾ പിൻപറ്റിയും തഖ്വയോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബം എന്നൊരു സ്ഥാപനം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഈ ലോകത്ത് ആദ്യ തലമുറയിൽ തന്നെ ഉണ്ടാക്കി എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാഠമുള്ള ഒരു വിഷയമാണ്. കാരണം മനുഷ്യനെക്കുറിച്ചുള്ള അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്, മനുഷ്യൻ അറിവുള്ള മനുഷ്യനായി ഈ ലോകത്ത്, കുടുംബജീവിതം തുടങ്ങിയ മനുഷ്യനായി ഈ ലോകത്ത് വന്നു എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ ഈ ലോകത്ത് വരുമ്പോൾ മനുഷ്യൻ കാടനാണോ നാടനാണോ വേടനാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ മനുഷ്യനെ കുറിച്ചൊക്കെ ഉണ്ടാകാമെങ്കിലും മനുഷ്യൻ അള്ളാഹുവിനാൽ ഈ ലോകത്ത് സന്മാർഗം പിൻപറ്റി വന്ന ആദ്യത്തെ മനുഷ്യൻ്റെ മക്കളാണ്. അതുകൊണ്ട് മനുഷ്യൻ അറിവില്ലാതെ ബോധമില്ലാതെ
മൃഗതുല്യനായി നടന്നു എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും മറ്റ് ഭൗതിക ദർശനങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വ്യത്യാസപ്പെടുത്തുന്നത് അതാണ്. ഈ അടുത്ത കാലത്തെ മനുഷ്യന്മാർക്ക് മാത്രമേ വിവരം ഉണ്ടായിട്ടുള്ളൂ. സൗകര്യങ്ങളും സഞ്ചാരയോഗ്യമായ പാതകളും അതുപോലെ തന്നെ അതിനുള്ള വാഹനങ്ങളും ടെക്നോളജിയും ഒക്കെ നമുക്ക് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ തലമുറയിലെ മനുഷ്യരൊക്കെ വിവരമില്ലാത്തവരായിരുന്നു. ആദ്യ തലമുറയിലുള്ള മനുഷ്യൻ അയാൾക്ക് ഒട്ടും വിവരമില്ലായിരുന്നു എന്നൊന്നും മനുഷ്യനെക്കുറിച്ച് പറയാതെ, അല്ലയോ മനുഷ്യരെ കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ ആദം ആരായിരുന്നു? അത് ഇസ്ലാമിൻ്റെ അറിവിൻ്റെ പാഠമാണ്. പക്ഷെ അതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒന്നാണ് ഇന്ന് നമ്മൾ ഖുതുബയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കണമെന്നാണ് കരുതുന്നത്. ഇണതുണകളായി മനുഷ്യർ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ അടുത്ത തലമുറ എന്താണ്? മനുഷ്യൻ്റെ അടുത്ത തലമുറ മക്കൾ ഉണ്ടാവുക എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. മക്കൾ ഉണ്ടാവുക എന്ന ആഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ഒരു ആകർഷണത്തിൻ്റെ ഭാഗമായി ഒരു ശാരീരിക ബന്ധത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ്, ഒരു ഉപോൽപ്പന്നമായി എന്തോ വയറ്റിലായി പോകുന്നതോ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഏതോ ജീവികൾ പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ച് പോരുന്നതോ അല്ല. മറിച്ച് ഇസ്ലാം പറയുന്ന തനാസലു, നിങ്ങൾക്കൊരു നെസ്ലുണ്ടാകട്ടെ, നിങ്ങൾക്കൊരു വംശമുണ്ടാകട്ടെ, ഈ മനുഷ്യവംശം അനുസ്യൂതമായി ഇങ്ങനെ തുടരട്ടെ എന്നുള്ള അള്ളാഹുവിൻ്റെ സുന്നത്തുമായി നടപടിക്രമവുമായി ബന്ധപ്പെട്ടതാണ് ഈ ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ കുട്ടിയും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പാഠം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലിപ്പോൾ മക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരെ എങ്ങനെ വളർത്തണം എന്നുള്ളതടക്കമുള്ള പാരൻറ്റിങ്ങിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ, അതിനാൽ സമൃദ്ധവും കെങ്കേമവുമായ അതിൻ്റെ ഒരുപാട് ടൂളുകളൊക്കെ ഉള്ളൊരു കാലമാണ്. കാരണം മക്കളെ വളർത്തുക എന്നുള്ളത് അങ്ങനെ ഒരു ആർട്ടാണ്, അങ്ങനെ ഒരു കലയാണ്. പക്ഷെ മക്കളെ വളർത്തേണ്ടത് എന്തിന്? ഇസ്ലാം അത് വളരെ പ്രധാനപ്പെട്ട, മക്കളെ വളർത്തണം, അവരുടെ കരിയറും അവരുടെ പ്രൊഫഷനും അവർ നമുക്ക് ഭൗതിക ലോകത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളെ നോക്കാനൊക്കെ ഉണ്ടാകണം എന്നുള്ളതൊക്കെയാണ് കൂടി വന്ന മനുഷ്യരുടെ ഒരു ആഗ്രഹം. പക്ഷെ ഇസ്ലാം എങ്ങനെയാണ് മക്കളെ പരിചയപ്പെടുത്തുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. ഒരു പക്ഷെ മക്കൾ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ആഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൽ പലതരത്തിലുള്ള മക്കളുണ്ട്. പലതരത്തിലുള്ള മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാരന്റിങ്ങിന്റെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, മക്കളായി തന്നെ പിഴച്ചുപോയ മക്കൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിയുടെ പാരന്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടല്ല, അതല്ലെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാമിയുടെ തർബിയത്തിന്റെ പ്രശ്നം കൊണ്ടല്ലല്ലോ ഒരു മകൻ മറ്റൊരു മകനെ കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കുഴപ്പത്തിനും വാപ്പ നോക്കാത്തതുകൊണ്ടാണ് മക്കള് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആദം നബീനെ തന്നെ കുറ്റപ്പെടുത്തിയിട്ട് തുടങ്ങേണ്ടി വരും. നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ മകനെ കുറിച്ച് പറയുമ്പോൾ ഉപകാരപ്പെടാത്ത മകൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിലേക്ക് ചേർത്ത് നിർത്തി അതിൻ്റെ ദോഷത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ 12 മക്കളെ കുറിച്ച് പറയുന്നിടത്ത് 2 മക്കൾ നല്ല മക്കൾ, 10 മക്കളാകട്ടെ നേരെ തിരിച്ച് സ്വന്തം സഹോദരനെ വരെ കൊല്ലാൻ നോക്കുന്ന മക്കളാണ്. ഇപ്പോൾ മക്കളുടെ തർബിയത്ത് എന്നുള്ളത് ഒരു നിശ്ചിത കാലം വരേക്കും മനുഷ്യർക്ക് ചെയ്യാവുന്നതും മനുഷ്യർ ചെയ്യേണ്ടതും, എന്നാൽ വ്യക്തിഗതമായി അവർക്ക് തന്നെ മക്കൾ എന്നുള്ള നിലയിൽ തന്നെ അവർ പിഴച്ചു പോവുകയോ സൽവൃത്തരായി തീരുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടമുണ്ട്. അത് വേറൊരു വിഷയമാണ്. പക്ഷെ നമ്മൾ പൊതുവായി പറയാറുള്ളത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രമായതുകൊണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാതയിൽ തന്നെ ഉണ്ടായിരുന്ന മക്കളായതുകൊണ്ട് നമ്മൾ ആ ഉദാഹരണം മാത്രമാണ് പറയാറ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വ്യത്യസ്ത തരം മക്കളെ കുറിച്ച് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മക്കളെ വളർത്തി വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു പിതാവില്ലായിരുന്നിട്ട് കൂടി വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. വജദക ആയിലൻ ഫഅഗ്ന എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അലം യജിദക യതീമൻ ഫആവ, യതീമാണ്,
വാപ്പയില്ലാതെ പിറന്നിട്ടും വാപ്പയുടെ സംരക്ഷണ ഇല്ലായിട്ടും ഈ ലോകത്ത് ഏറ്റവും മികച്ച മകനായിരുന്നു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നേരിട്ട് പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഒരു മകനായിരുന്നു എന്ന വേറൊരു പാഠം കൂടിയുണ്ട്. അപ്പോൾ പലതരം അടരുകളുള്ള പാരന്റിങ്ങിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് മക്കൾ വേണ്ടത് എന്നൊരു സ്വപ്നം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു മറിയമിൽ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയാണ്. സക്കരിയ നബി അലൈഹിസ്സലാമക്ക് വാർദ്ധക്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പോലെ തന്നെ അദ്ദേഹത്തിന് മക്കൾ ഉണ്ടാകുന്നില്ല. പക്ഷെ മക്കൾ ഉണ്ടാകാത്തതിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യസനം വ്യത്യസ്ത പ്രാർത്ഥനാ രൂപങ്ങളിലൂടെ അള്ളാഹ് അവതരിപ്പിക്കുകയാണ്. പക്ഷെ ആ പ്രാർത്ഥന നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഫഹബിലി മിൻ ലദുൻക വലിയ്യാ. മകൻ വേണം എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ നമുക്ക് കുട്ടികളില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ വിവാഹിതരാകാനുള്ള ആളുകൾ, വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ലാത്തവർ, അവരൊക്കെ പ്രാർത്ഥിക്കേണ്ട മകൻ പിറന്നു വീഴുന്നതിന് മുമ്പ് മകനെക്കുറിച്ചുള്ള സ്വപ്നം ഫഹബിലി മിൻ ലദുൻക വലിയ്യാ. പടച്ചവനെ ഒരു വലിയനെ തരണം. വലിയ എന്നുള്ളത് ഒരുപാട് അർത്ഥതലങ്ങളുള്ള അറബി ഭാഷയിലൊരു പദമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ വ്യത്യസ്തമായ ആശയാർത്ഥങ്ങളിൽ വലിയ എന്നുള്ളത് ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മകൻ വലിയ. പക്ഷെ മകൻ എന്തിനാണ്? എൻ്റെ ഈ സ്വത്ത് എഴുതി കൊടുക്കാനാണോ? എൻ്റെ ഈ കാണുന്ന പീടിക, എൻ്റെ ഈ ബിസിനസ് സ്ഥാപനം എൻ്റെ മരണശേഷവും നടത്താനാണോ? അതൊക്കെ ഉണ്ട്. അത് ദുനിയാവിൻ്റെ ഉപജീവനവും അതിജീവനവുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ പ്രാർത്ഥനയുടെ അതിൻ്റെ ആത്മസാരാംശം എന്ന് പറയുന്നത് യരിസുനി വ യരിസു മിൻ ആലി യഅഖൂബ്. അവന് എൻ്റെ പിന്തുടർച്ചക്കാരനാകണം. ആര്? സക്കരിയ നബി അലൈഹി സ്വലാം പറയും, എൻ്റെ അനന്തരമെടുക്കുന്നവനാണ് അവൻ. വയരിസു മിൻ ആലി യഅഖൂബ്. ആലു യഅഖൂബിൽ, അതായത് ഇതുവരേക്കും, ആലു യഅഖൂബ് എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേൽ എന്നാണ് അർത്ഥം. ഇതുവരേക്കും ബനു ഇസ്രായേലിൽ പ്രവാചകന്മാർ വന്ന് നിർവഹിച്ച ദൗത്യം നിർവഹിക്കാൻ എനിക്കൊരു മോൻ വേണം എന്നാണ്. വജഅൽഹു റബ്ബി റളിയ. പടച്ചവനെ, നീ അവനോട് തൃപ്തിയുള്ളവനാകണം, നീ അവനോട് തൃപ്തനാകണം, അവൻ നിന്നിലും ഒക്കെ തൃപ്തനാകുന്ന ഒരവസ്ഥ വേണമെന്നാണ്. അപ്പോൾ മക്കൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ സ്വത്ത് എഴുതി കൊടുക്കാനും, ഞാൻ മരിച്ചു പോകും, നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന വയസ്സാം കാലത്ത് എന്നെ നോക്കാനും എന്തൊക്കെയുള്ള കാഴ്ച, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇസ്ലാമികമായി മക്കളെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവരെ നമ്മൾ കൺകാൺകെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ആശയമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു സന്ദർഭത്തിൽ ഒരാൾ വന്ന് തൻ്റെ മകനെക്കുറിച്ചുള്ള പരാതി പറയുന്നു. ചരിത്രത്തിൽ അറിയാം, നമുക്ക് വളരെ പ്രസിദ്ധമായൊരു ചരിത്ര സംഭവമാണ്. മകനെക്കുറിച്ചുള്ള പരാതിയാണ്. മകനെക്കുറിച്ചുള്ള പരാതിയൊക്കെ കേട്ടു. മകനെ, പുതിയ കാലത്ത് കൗൺസിലിംഗ് ഒക്കെ പോലെ തന്നെ മകനൊന്ന് ഉപദേശിക്കണം എന്നുള്ളതാണ് വാപ്പാൻ്റെ ഒരു, അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പോൾ, അങ്ങനെയാണ് ആളുകൾ കിട്ടാതാവുമ്പോൾ ഓരോരുത്തരെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ മകനെ ഒന്ന് താങ്കൾ ഉപദേശിക്കണം. അപ്പോൾ മകൻ നല്ല അതിസാമർത്ഥ്യമുള്ള, മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. മാൻ ഈസ് ഫാദർ ഓഫ് എന്താണ്, ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ എന്നാണ്. അതായത് ഓരോ മക്കളും, പുതിയ കാലത്തെ മക്കള്, ഓരോ തലമുറയിലെ ഏറ്റവും പുതിയ മക്കൾ നമ്മളെക്കാളും ഷാർപ്പായിരിക്കും. കാരണം പടച്ചവൻ അത്ര പുതിയൊരു കാലത്തേക്ക് ജനിപ്പിക്കുന്ന മക്കളാണ്. അവർക്ക് നമ്മളെക്കാൾ കഴിവ് കൂടുതലായിരിക്കും, നമ്മൾ ആ പ്രായത്തിലുണ്ടായിരുന്നതിനേക്കാൾ അനുഭവം കൂടുതലായിരിക്കും. അന്നത്തെ മകനും ഉമർ റളിയല്ലാഹുവിനോട് തിരിച്ചു ചോദിച്ചു, ശരിയൊക്കെ തന്നെയാണ്, എനിക്ക് വാപ്പാനോടും ഉമ്മാനോടൊക്കെ ബാധ്യതയുണ്ട്. ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു ബാധ്യതയില്ലേ? അങ്ങനെയുണ്ടല്ലോ, മാതാപിതാക്കൾക്ക് മക്കളോടും ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും ബാധ്യതയുണ്ട്. അവർ ഇസ്ലാമികമായി വളർത്തണം, അവർക്ക് നല്ല പേരിടണം, അവരെ നല്ല രീതിയിൽ, അതായത് എന്തൊക്കെയാണ്, നല്ലൊരു ഉമ്മയെ നൽകണം, അല്ലേ? അതായത് ഉമ്മയും ബാപ്പയും ഉണ്ടായിട്ട് പിന്നെ കുട്ടി ഉണ്ടാവില്ല. മറിച്ച് എനിക്കൊരു നല്ല കുട്ടി ഉണ്ടാകണം എന്നുള്ള സ്വപ്നം, എനിക്കൊരു നല്ല ഭാര്യ ഉണ്ടാകണം എന്നുള്ളത് തുടങ്ങണം. അതല്ലാതെ ഞാനും ഭാര്യയും ഞങ്ങളുടെ ആദ്യ സന്തോഷ നാളുകൾ കഴിഞ്ഞ് പിന്നീട് എപ്പോഴോ ഞങ്ങൾക്ക് ജനിച്ച ഒരു കുട്ടിക്ക് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു സ്വപ്നമൊന്നുമല്ല. മറിച്ച് മകൻ, അടുത്ത തലമുറയെക്കുറിച്ചുള്ള സ്വപ്നമാണ് വിവാഹത്തിന് തന്നെ എന്നെ പ്രേരിപ്പിക്കുന്നത്.
അപ്പോൾ നിനക്ക് നല്ലൊരു ഉമ്മയെ നൽകൽ, നിനക്ക് നല്ലൊരു പേര് നൽകൽ, അതുപോലെ തന്നെ നിനക്ക് നല്ല ഇസ്ലാമിക ശിക്ഷണം നൽകൽ മാതാപിതാക്കളുടെ, പിതാവിൻ്റെ പ്രത്യേകിച്ചും ബാധ്യതയാണെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഇത് 3 എനിക്ക് എൻ്റെ വാപ്പ തന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? ചെറുപ്പത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന ഇസ്ലാമികമായ ഒരവകാശങ്ങളും നൽകാതിരിക്കുകയും അവരോടുള്ള ഒരു ബാധ്യത നിർവഹിക്കാതിരിക്കുകയും ചെയ്തിട്ട് വലുതാവുമ്പോൾ നിങ്ങളോടുള്ള ബാധ്യത മാത്രം നിർവഹിക്കണമെന്ന് പറയുന്നത് ഇത്തിരി അതിര് കടന്ന ആഗ്രഹമാണ്. അങ്ങനെ ഒരു മകനും ഉണ്ടാവില്ല. നിങ്ങൾ ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്നാണല്ലോ. എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും നീയത്തിന് അടിസ്ഥാനത്തിലാണെന്നാണ്. മക്കളും അങ്ങനെയാണ്. നിങ്ങൾ എന്തിനു വേണ്ടി മക്കളെ വളർത്തുന്നു? നമുക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെക്കുറിച്ച് നിങ്ങളുടെ സ്വപ്നം, കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ള സ്വപ്നം, കുട്ടി ഉണ്ടാകുമ്പോൾ കൺകാൺകെ നമ്മളുടെ മുമ്പിൽ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള നീയത്ത് എന്താണോ അത് തന്നെയാണ് മക്കളാവുക. അല്ലാതെ ഏതോ ഒരു പോയിന്റിൽ വെച്ച് മക്കൾ തെറ്റിപ്പോകുന്നു എന്നുള്ളത് നമ്മളുടെ നുണയാണ്. നമ്മൾ അവരെക്കുറിച്ച് ഏതോ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ കരുതുന്നു അതൊന്നും ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, അവർ കുറച്ചുകൂടി എൻ്റെ ഒരു മുന്നിൽ തന്നെ ഉണ്ടാകാവുന്ന നല്ല ഇസ്ലാമിക ശിക്ഷണമൊക്കെ ഉണ്ടാകുന്ന, ഞാൻ ഇസ്ലാമികമായി അവരിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കുന്ന മര്യാദകളൊക്കെ ഉള്ള മക്കളാകണം എന്നാഗ്രഹിക്കുന്നു. ശരിക്കും അതൊരു അതിര് കടന്ന ആഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ മക്കളെക്കുറിച്ച് പറയുന്ന 3 പ്രയോഗമുണ്ട്. 3 പ്രയോഗം. ആ 3 പ്രയോഗത്തിൽ 3 പദങ്ങൾ. ഒന്ന് ഹിബത്താണ്, മക്കൾ അള്ളാന്റെ സമ്മാനമാണ്. രണ്ടാമത്തേത് പറയുന്നു മക്കൾ സീനത്താണ്, സൗന്ദര്യമാണ്. മൂന്നാമത്തേത് അള്ളാഹ് പറയുന്നു ഫിത്നത്താണ്, മക്കൾ പരീക്ഷണമാണ്. ഇത് 3ഉമാണ് മക്കൾ. ഒന്നാമത്തേത് ഹിബത്ത്, സമ്മാനമാണ്. യഹബുലി മയ്യശാഉ ഇനാസ, അള്ളാഹു ചിലർക്ക് മക്കളെ പെൺകുട്ടികളെ സമ്മാനമായി കൊടുക്കുന്നു. ആലോചിച്ച് നോക്കണം കേട്ടോ, സമ്മാനമായി കൊടുക്കുന്നു പെൺകുട്ടികളെ. വയഹബുലി മയ്യശാഉ ദുക്കൂർ, ചിലർക്ക് ആൺകുട്ടികളെ സമ്മാനമായി കൊടുക്കുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, ചിലർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കുന്നു. ഇത് ഈ വിതരണക്രമത്തിൽ നമ്മൾ പിന്നിലായിപ്പോയി എന്നൊക്കെ തോന്നലുള്ള ആളുകൾ അള്ളാഹ് തന്ന സമ്മാനമാണെന്ന് ആദ്യം മക്കളെ മനസ്സിലാക്കണം. എനിക്ക് കിട്ടിയത് വെല്ലോൻ്റെ കൊച്ചാണെന്നാണ് പെൺകുട്ടികളൊക്കെ ഉണ്ടായ ചിലർ പറയാം. കാരണം ബാക്കി വീട്ടിൽ അപ്പുറത്ത് കൊടുക്കാനുള്ളതാണ്. അങ്ങനെയല്ല, അള്ളാഹ് തന്ന സമ്മാനമാണ്. വയജ്അലു മയ്യശാഉ അഖീമാ, വലിയ സമ്മാനം തരാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് ദുനിയാവിൽ പടച്ചോൻ സമ്മാനം കൊടുക്കൂല. എന്നിട്ട് പറഞ്ഞു വയജ്അലു മയ്യശാഉ അഖീമാ, ചിലർക്ക് അള്ളാഹ് മക്കളെ കൊടുക്കുന്നില്ല, ദുനിയാവിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ള. ഇതൊക്കെ അള്ളാഹിൻ്റെ തീരുമാനമാണ്. അപ്പോൾ മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അള്ളാഹുവിൻ്റെ വിലപ്പെട്ട ഒരു സമ്മാനം എനിക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാട്ടോ. നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് പരിചിതരായ ഒരുപാട് പേർക്ക് മക്കളില്ലാത്തവരുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതേസമയം തന്നെ അവരെ കണ്ടുകൊണ്ട് നമ്മളോ അവർക്ക് മക്കളില്ലാതെ പോയതിൽ അവരോ അസ്വസ്ഥരാകേണ്ട ഒരു കാര്യവുമില്ല. കാരണം മക്കൾ ലഭിക്കുന്നതിനെ കുറിച്ച് ഒരു ഭാഗത്ത് സമ്മാനം എന്ന് പറയുമ്പോൾ അടുത്ത ഭാഗത്ത് അള്ളാഹ് പറയാ അതൊരു സീനത്താണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, മക്കൾ എന്നുള്ളത് സീനത്താണ്. സീനത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഈ അലങ്കാരമാണ്, ഡെക്കറേഷനാണ്. ഈ അലങ്കാരത്തിന് 2 അർത്ഥമുണ്ട്. അലങ്കാരം എന്നുള്ള ചില സമയത്ത് നമ്മളിങ്ങനെ പ്രൗഢിയോടുകൂടി പറയും, ചില സന്ദർഭത്തിൽ അത് അലങ്കാരം. പക്ഷെ അലങ്കാരം എപ്പോഴും അലങ്കാരമായിരിക്കില്ല. ഇപ്പൊ കല്യാണ വീട് കല്യാണ ദിവസം ഇങ്ങനെ അലങ്കാരം ഇട്ടാൽ തലേ ദിവസമൊക്കെ ബൾബും മാലയും സംഗതിയൊക്കെ തൂങ്ങിയാൽ നല്ല രസമാണ്. കല്യാണത്തിന് അന്നും അത് രസമാണ്. പക്ഷെ 10-40 ദിവസമായിട്ടും അതൊന്നും അഴിക്കാതെ അവിടെ തന്നെ ഇങ്ങനെ അലങ്കാരം ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ പിന്നെ നാട്ടുകാർക്ക് അത് അത്ര വലിയ രസമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അത് അലങ്കാരമായിട്ട് ഉപയോഗിക്കാം. എപ്പോഴും ഇത് അലങ്കാരമായിട്ട് ഉണ്ടാവില്ല. അലങ്കാരം ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾക്കത് അനാവശ്യമായിട്ട് വരും. ചില സമയത്ത് അത് ബാധ്യതയായിട്ടൊക്കെ വരും. അലങ്കാരം കൂടിയാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുക എത്ര ഏക്കർ ഭൂമിയുണ്ട്, എന്താണ് ഇൻകം ടാക്സിൽ അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട് സ്വത്ത്, ഒന്നല്ലല്ലോ ചോദിക്കുക. ഒരാളോട് നമ്മൾ ആദ്യം കണ്ടാൽ ചോദിക്കുക എത്ര കുട്ടികളുണ്ട്, ഇപ്പോൾ കുട്ടികളുടെ വർത്താനം എന്തുണ്ട്, അങ്ങനെ ചോദിക്കുക. ഭാര്യയുടെ ഭർത്താവിൻ്റെ ഒന്നുമല്ല നമ്മൾ ചോദിക്കുക, കുട്ടികളുടെ ചോദിക്കുക. അപ്പം കുട്ടികളെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് മുമ്പിൽ സീനത്തായി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നു. പക്ഷേ ഈ കുട്ടികളാകട്ടെ വേറൊരു ഭാഗത്ത് അള്ളാഹ് പറയുന്നു ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. അൽമാലു വൽ ബനൂന എന്ന് പറഞ്ഞ സമ്പത്തും മക്കളും നിങ്ങൾക്ക് അലങ്കാരമാണെന്ന് പറഞ്ഞ പടച്ചോൻ തന്നെ പറയുന്നു നിങ്ങൾക്കിത് ഫിത്നയായിട്ട് വരും.
നിങ്ങൾക്കിതൊരു കഠിനമായൊരു പരീക്ഷണമായിട്ട് വരും. പരീക്ഷണം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പരീക്ഷണങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാം, നല്ല രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ എവിടെയാണോ വെക്കേണ്ടത് അതിൻ്റെ സ്ഥാനം കൊടുത്തുകൊണ്ട് മനസ്സിലാക്കിയാൽ ഈ പരീക്ഷണ ഘട്ടത്തെ നിങ്ങൾക്ക് അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ മക്കൾ എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. പുതിയ കാലത്ത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച മക്കൾ എന്നുള്ളത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴും പുതിയ കാലത്തെ മക്കൾ എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അവർക്ക് എല്ലാ പാഠങ്ങളും, നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ പാഠങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഇസ്ലാമിക പാഠങ്ങളും വീണ്ടും വീണ്ടും അവരിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഒരു ഉമ്മാക്കും ബാപ്പാക്കും ബാധ്യതയാണ്. അവരിൽ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ 3 പെൺകുട്ടികളുണ്ടായാൽ സ്വർഗം കിട്ടും എന്ന് നമ്മൾ ഒറ്റടി ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ അവിടെ പറയുന്ന ഫഅദ്ദബഹുന്ന ഫഅഹ്സന തഅദീബഹുന്ന ഫീഹിന്ന ദഖലൽ ജന്ന, ഫീഹിന്ന ദഖലൽ ജന്ന. പെൺകുട്ടികളുടെ 2 പെൺകുട്ടികളുണ്ടായാലും 3 പെൺകുട്ടികളുണ്ടായാലും അവരെ, അത് അതിൻ്റെ അർത്ഥം ഒരു പെൺകുട്ടി ഉണ്ടായാലും എന്നൊക്കെയാണ് കേട്ടോ. ഒരാൾക്ക് 2 കുട്ടികളുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ എനിക്ക് 3 കുട്ടികളാണെന്ന് പറയുമ്പോൾ ആ 3 കുട്ടികളുടെ കാര്യത്തിൽ റസൂൽ പറയാം. അല്ലാതെ റസൂൽ 1 കുട്ടി 2 കുട്ടി 3 കുട്ടി എന്നുള്ള അർത്ഥത്തിൽ മാത്രം അതിനെ വേർതിരിച്ച് പറയുന്നതല്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ റസൂൽ പറയുന്നു, ഈ 3 പെൺകുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ അവരുടെ ഉപ്പയായാൽ സ്വർഗം കിട്ടി, ഇനി കളയാതെ നോക്കിയാൽ മതി എന്നാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ അടുത്ത് കിട്ടിയാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടി, സ്വർഗം കളയാതെ നോക്കിയാൽ മതി. കാരണം കിട്ടാനുള്ള എല്ലാ അവസരവും പടച്ചവൻ തന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള, പ്രത്യേകിച്ചും അറേബ്യൻ നാട്ടിലുണ്ടായിരുന്ന പെൺകുട്ടികളെ കുറിച്ചുള്ള വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, പെൺകുട്ടികളെ ഉണ്ടായി എന്നറിഞ്ഞാൽ വല്ല വജുഹുഹു മുസ്വദ്ദൻ വഹുവ കലീം, പെൺകുട്ടിയാണോ ഇപ്പത് എന്നാലോചിക്കും. മുഖത്ത് സാധാരണ കാണേണ്ടുന്നൊരു പ്രസന്നതയൊന്നുമില്ലാതെ സന്തോഷമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും മുഖത്തൊരു ചെറിയൊരു നിഴൽ ഇങ്ങനെ അടിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് അവർ ആളുകളിൽ നിന്ന് അറേബ്യൻ നാട്ടിൽ ചില ഗോത്ര സമൂഹങ്ങൾ പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ കാണാതെ ജനസമൂഹത്തിൽ നിന്ന് മാറി നടക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല അൽഹംദുലില്ലാ. പക്ഷേ ഉള്ളിലൊരു വ്യസനം എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാണ്. കാരണം ഈ ലോകത്ത് മക്കൾ, ഈ ലോകത്ത് ഒരു മകൻ, ഈ ലോകത്ത് പിന്നെ നമ്മുടെ മകൻ മാത്രമായിട്ടല്ല, അള്ളാഹ് ഈ ലോകത്ത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു വ്യക്തിയാണ് ഈ ലോകത്ത് വരുന്നത്. നമ്മളുടെ മകൻ എന്ന മേൽവിലാസം മാത്രമല്ല കുട്ടിക്കുള്ളത്, അള്ളാഹ് ഈ ലോകത്ത് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി. ഈസാ നബിക്കും ആദം നബിക്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും മാതാപിതാക്കൾ തികച്ചുണ്ടാവും. ആദം നബി അലൈഹി സ്വലാമക്ക് ഉമ്മയും ബാപ്പയും ഇല്ല. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമക്ക് പിതാവില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് ക്രൈസ്തവരുടെ പ്രത്യേകമായ അവരുടെ ഒരു ദിവ്യ പദവി നൽകിക്കൊണ്ട് ഈസയെ ഉയർത്തിയ സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ഈസാ അലൈഹി സ്വലാമയുടെ ജനനത്തെ കണ്ട് അത്ഭുതം കൂറിയിട്ടാണ് ഇവർ ഈസയെ ദൈവമാക്കുന്നതെങ്കിൽ ശരിക്കും അവർ ആദമിനെയാണ് ദൈവമാക്കേണ്ടത്. കാരണം ഈസക്ക് ഉമ്മെങ്കിലും ഉണ്ടല്ലോ, ആദമിന് ഉമ്മയുമില്ല ഉപ്പയുമില്ല. ശരിക്കും അങ്ങനെ ആലോചിച്ചാൽ ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. അപ്പോൾ ഈ ലോകത്ത് അള്ളാഹ് ജനിപ്പിക്കുന്ന ഒരാൾ അത് നമ്മളുടെ മകനായിപ്പോയി, നമ്മളുടെ മകളായിപ്പോയി എന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അവർക്കുള്ള ഇസ്ലാമികമായ വിദ്യാഭ്യാസം നൽകേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ചും പുതിയ കാലത്ത് നല്ല ശീലങ്ങൾ പകർന്നു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അതിൽ നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, പകർന്നു തന്നെ കൊടുക്കണം, കൂടെ തന്നെ നിന്ന് കൊടുക്കണം. നിസ്കരിക്കാനും അതുപോലെ തന്നെ ഖുർആൻ ഓതാനും അതുപോലെ തന്നെ ഇങ്ങനെ നമുക്കിടയിൽ ഒരു ടിപ്പിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ വേണം. അതൊക്കെ നമ്മളുടെ അനുഷ്ഠാന കാര്യങ്ങളാണ്. അതോടൊപ്പം ജീവിതം എന്താണ്, മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, ഒരാളോട് പുഞ്ചിരിക്കേണ്ടതും ഒരാളെ ആതിഥേയനായിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടതും അതിഥിയെ സ്വീകരിക്കേണ്ടതും ഒരാളെ ബഹുമാനിക്കേണ്ടതും എങ്ങനെയാണെന്നുള്ളത് കുട്ടി എവിടെ നിന്നാണ് പഠിക്കുക? കുട്ടി ഒരിക്കലും സ്കൂളിൽ നിന്നല്ലത് പഠിക്കുന്നത്. കുട്ടി പഠിക്കുന്നത് ഉമ്മയോടും ബാപ്പയോടൊപ്പം ചേർന്ന് നിന്നിട്ടാണ്. ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് മദ്രസയിൽ ഫുള്ള് മാർക്കുള്ള കുട്ടിയും ലോകത്തെ ഏറ്റവും മോശപ്പെട്ട കുട്ടിയായി മാറും. കാരണം ഇത് പരീക്ഷയ്ക്ക് എഴുതാനല്ലല്ലോ,
മറിച്ച് അനുഭവങ്ങൾ. ഇനി അനുഷ്ഠാന കാര്യങ്ങൾ തന്നെ നിങ്ങൾ എടുക്കൂ. എന്താടാ ഖുർആൻ ഓതാത്തത്, നീ ഖുർആൻ ഓതൂ, ഇതാണ് വാപ്പാര് പറയാ. അങ്ങനെ ഒരു കുട്ടിയും ചിലപ്പോൾ പേടിച്ച് ഖുർആൻ ഓതും, നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഖുർആൻ ഓത്തൊന്നും ഉണ്ടാവില്ല. അനുഷ്ഠാന കാര്യങ്ങൾ അങ്ങനെയാണ്. വരൂ നമുക്ക് ഒരുമിച്ച് ഖുർആൻ ഓതാം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കുട്ടി കൂടെ ഉണ്ടാവും. വരൂ നമുക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകാം എന്നാണ് നിങ്ങൾ വാപ്പയെ ശീലിച്ചുകൊണ്ട് വാപ്പയെ അനുകരിച്ചുകൊണ്ട് മകൻ കൂടുതലുണ്ടെങ്കിൽ, ഇനി വാപ്പ നാളെ മരണപ്പെട്ടു പോകുന്ന കാലത്തും വാപ്പ ഇല്ലാത്ത ഒരു കാലത്തും ഈ കുട്ടി പള്ളിയിൽ ഉണ്ടാവും. അല്ലാത്ത അനുഷ്ഠാന മുറകൾ, അല്ലാത്ത നമ്മൾ നിഷ്കർഷിക്കുന്ന, നമ്മൾ അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വടിയുടെയോ അതല്ലെങ്കിൽ നമ്മുടെ ഒച്ചെടുക്കലിൻ്റെയോ ഒക്കെ അഭാവത്തിൽ നമ്മളില്ലാത്തൊരു കാലത്ത് അവർക്കിതൊന്നുമില്ല, അതൊക്കെ ഒളിച്ചു നടക്കാനുള്ളൊരു കാരണമായിട്ട് അവർക്കത് മാറുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അവസാനമായ ഒരു കാര്യം, പുതിയ ജനറേഷനാണ്. ഈ ന്യൂ ജനറേഷൻ എന്നുള്ളത് അവർക്കായിട്ട് പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ന്യൂ ജനറേഷന് മാത്രമായിട്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ജനറേഷനിലാണ് ഈ കുത്തിക്കൊല ഉണ്ടായത്. ആദം നബിയുടെ മക്കളിൽ ഒരാളാണല്ലോ ഒരു മകനെ വേറൊരു മകനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ അത് ആദ്യത്തെ ജനറേഷനിൽ തന്നെ പ്രശ്നമുണ്ട്. എല്ലാ ജനറേഷനിലും പ്രശ്നമുണ്ട്. ഈ ന്യൂ ജനറേഷനിലുള്ള ആൾക്കാരൊന്നല്ല ഈ ഫിറൗനും കാറൂനും ഹാമാനും ഒക്കെ, അതൊക്കെ പഴയ ജനറേഷനിലുള്ള ആൾക്കാരാണ്. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരൊക്കെ കഴിഞ്ഞ കാലത്തും കടന്നു പോയിട്ടുണ്ട്, പുതിയ കാലത്തുണ്ടാവും, എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ അത് ഒരു ജനറേഷൻ്റെ പ്രശ്നമല്ല. പക്ഷെ പുതിയ ജനറേഷന് നമുക്ക് ലഭിക്കാത്ത ചില വേഗതകളും ചില സങ്കേതങ്ങളും ചില സാങ്കേതിക വിദ്യയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ ധാരാളിത്തവും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അവരുടെ പ്രശ്നമല്ല, അവർ ജനിച്ചു വീണ കാലം അതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അവരോടുള്ള ഒരു അസൂയൊക്കെയാണ്. കാരണം നമുക്ക് ലഭിക്കാത്ത പലതും ലഭിച്ച അസൂയ എന്നുള്ള ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതായത് അങ്ങനത്തെ സ്പീഡുള്ളൊരു കാലത്ത്, അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് നമുക്ക് അവരിൽ നിന്ന്, ഇപ്പോൾ അവരുടെ മൊബൈൽ ഉപയോഗമാകട്ടെ, അതല്ലെങ്കിൽ അവരുടെ ചങ്ങാത്തമാകട്ടെ, അവരുടെ ഗെയിമിംഗ് ആകട്ടെ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന കുറേ കാര്യങ്ങളിൽ നമ്മൾ അതുകൂടി പഠിച്ചൊരു ന്യൂ ജനറേഷൻ പാരൻ്റ് ആവുക എന്നുള്ളതല്ലാതെ ഒരു വഴിയില്ല. നമ്മൾ ന്യൂ ജനറേഷൻ മക്കൾക്ക് ന്യൂ ജനറേഷൻ പാരൻ്റായി എന്താണ് അവരുടെ പണ്ട് ഈ ടൈം ടേബിളിന് കാലൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചു പോയ മക്കളുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇന്ന് നിങ്ങളിരിക്കുന്ന ഫേസ്ബുക്കിൽ പോലും അല്ല കുട്ടികൾ. നമ്മൾ കരുതുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലാണ് കുട്ടികളെന്ന്. 25 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയും ഫേസ്ബുക്കിലില്ലെന്ന്. 25 വയസ്സിന് താഴെ നമ്മൾ ഫേസ്ബുക്കിലാണ് കുട്ടികളെന്ന് പറയും. ഫേസ്ബുക്കിലുള്ള കുട്ടികൾ അമ്മാവന്മാരെന്ന് വിളിക്കണേ. അതായത് അങ്ങനെയുള്ള നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് അവരുടെ സാങ്കേതികവിദ്യയുടെ, അവരുടെ പ്രൈവസിയുടെ, അവരുടെ സൗഹൃദത്തിൻ്റെ ഭാഷകൾ, അവർ കാണുന്ന ലോകം അല്ലേ. കുട്ടികളൊക്കെ ജപ്പാനീസും കൊറിയനൊക്കെ ഇരുന്നാൽ പഠിക്കണേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളിലൂടെ അവരെത്തപ്പെടുന്ന ഒരു ലോകത്ത് വെച്ചാണ്. അതിനൊന്നും മോശമായി കാണേണ്ടതില്ല. പക്ഷേ അവിടെ നമ്മളുടെ അറിവെത്തണം, അവിടെ നമുക്ക് അപ്ഡേറ്റഡ് ആകണം. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു തൊട്ട് മേലെയുള്ളൊരു ജനറേഷനിലുള്ള പാരൻസ് ആണെങ്കിൽ, അത്ര വയസ്സായ ആളുകളെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ സാധ്യമാകുന്ന, ഇതിലേക്ക് അഡാപ്റ്റേഷനും ഇതിലേക്കൊന്ന് ചേർന്ന് നിൽക്കലൊക്കെ സാധ്യമായ രക്ഷിതാക്കൾ ഈ മക്കളോടൊപ്പം സഞ്ചരിക്കാനും അവരോടൊപ്പം കമ്മ്യൂണിക്കേഷൻ തുറന്ന് സംസാരിക്കാനൊന്നും ഒരു ഫിസിക്കലായ മനുഷ്യനൊന്നും കിട്ടാത്തൊരു കാലമാണ്. ബോധപൂർവ്വം അതിന് സമയം നീക്കിവെക്കുകയും ഏറ്റവും മികച്ച ചങ്ങാതിമാരും സുഹൃത്തുക്കളായിട്ട് മാതാപിതാക്കൾ കൂടി മാറുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ, പ്രത്യേകിച്ചും ഈ ഒരു മാർഗനിർദ്ദേശത്തിന് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അവരുടെ ഫ്രീ വില്ലിനെ കുറിച്ച്, അവരുടെ സ്വതന്ത്ര അസ്തിത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാലമാണ്. ആ സ്വതന്ത്ര അസ്തിത്വത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ അവരെ ലിബറലിസം ബാധിച്ചു, അവരെ യുക്തിവാദം ബാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് അവർക്ക് മനസ്സിലാകുന്നൊരു ഭാഷയിൽ ദീനും ഇസ്ലാമും കൂടി പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവരുടെ ഒരു പ്രശ്നം കൂടിയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പോയിട്ടുണ്ട് എങ്കിൽ ആ ഉത്തരം നൽകാതെ പോയതിൽ നമ്മളുടെ അറിവിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കമ്മിയുടെ പ്രശ്നം കൂടി അതിലുണ്ടാകും എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ ടീച്ചേഴ്സ്, ന്യൂ ജനറേഷൻ പാരൻസ്, അതുപോലെ തന്നെ നമ്മളുടെ പുതിയ തലമുറയെ വലിയ രീതിയിൽ അവരെ കാത്തുമിരിക്കുന്ന ഒരുപാട് ട്രാപ്പുകളുണ്ട്. അത് അവരെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. പ്രത്യേകിച്ചും ലഹരിയുടെയും മദ്യത്തിൻ്റെയും, അതല്ലെങ്കിൽ പുതിയ കാലത്ത് സൈബർ ട്രാപ്പുകളുടെയൊക്കെ ഒരു കാലമുണ്ട്. പക്ഷേ അവിടേക്ക് അവരത് എത്തുന്നില്ല, മറിച്ച് അവർക്ക് ചതിക്കുഴികളുണ്ട് എന്ന് സൗഹൃദഭാവത്തിൽ തന്നെ അവരെ നമുക്ക് ഉത്ഭുതരാക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൗത്യം നിർവഹിക്കുന്ന നല്ല മാതാപിതാക്കളുടെ കൂട്ടത്തിലും
നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സുഹൃത്തുക്കളുടെ മക്കൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു 14 വയസ്സുള്ളൊരു മകൻ ആക്കോട് മരണപ്പെട്ടിരുന്നു, മുജീബ് സാഹിബിൻ്റെ മകൻ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ 12 വയസ്സുള്ളൊരു കുട്ടി, ഒരു കാരണവുമില്ല, നമ്മുടെ തിരുവനന്തപുരത്തുള്ള സക്കീർ സാഹിബിൻ്റെ മകൻ 12 വയസ്സുള്ള കുട്ടി കാർഡിയാക് അറസ്റ്റ് വന്ന് ഒരു ഹൃദയാഘാതം വന്ന് മരണപ്പെടുകയാണ്. അപ്പോൾ മക്കളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെടുക എന്നുള്ളത് ഒരു വാപ്പാക്ക് ദുനിയാവിലേറ്റാനുള്ള ഏറ്റവും ഭാരമുള്ള ജനാസയാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള മക്കളൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് പേര് ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്ത ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയ മക്കളുള്ള മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഹംദ് നൽകി, സ്തുതിയുടെ ഭവനം നൽകി അല്ലാഹു അവരെ ആദരിക്കുമാറാകട്ടെ. അവർക്ക് ക്ഷമ നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വഇമാ അല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام المرسلين والحمد لله رب العالمين. قوموا للصلاة.